യഹോവ യോസഫിനോടുകൂടെ ഇരുന്നു എന്ന് ഒന്നിലധികം പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം 39. മിസ്രൈമിലെ ഫറവോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തിഫേറിൻ്റെ ഒരു ദാസനായി ജോലി ചെയ്യും വേളയിൽ യഹോവ യോസഫിനോടുകൂടെ ഉണ്ട് എന്ന് പോത്തിഫേർ തിരിച്ചറിഞ്ഞു. പോത്തിഫറിൻ്റെ വീട്ടിൽ വെച്ച് താൻ ചെയ്യാത്ത കുറ്റത്തിന് കാരാഗൃഹത്തിൽ ആക്കപ്പെട്ടപ്പോഴും യഹോവ യോസഫിനോടുകൂടി ഉണ്ടായിരുന്നു. കാരാഗൃഹ പ്രമാണി അത് തിരിച്ചറിഞ്ഞു. യഹോവ തന്നോടുകൂടി ഉണ്ടെന്നുള്ളതിനുള്ള യാതൊരു പ്രത്യക്ഷമായ അടയാളങ്ങൾ യോസഫ് കണ്ടതായി നാം വായിക്കുന്നില്ല. എന്നാൽ യഹോവ അവനോടൊപ്പം ഉണ്ടായിരുന്നു. മറ്റുള്ളവർ അത് തിരിച്ചറിഞ്ഞു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം ചില സമയങ്ങളിലെങ്കിലും പ്രത്യക്ഷമായി ഒന്നും കാണാതിരിക്കുന്ന നേരത്ത് നാം തിരിച്ചറിയാതെ പോകുന്നുണ്ട്. എന്നാൽ നമ്മെ കാണുന്ന പലരും അത് തിരിച്ചറിയുന്നുമുണ്ട്. കർത്താവ് നമ്മോടൊപ്പം ഉണ്ടെന്ന് പറയുമ്പോൾ വെറുതെ നമുക്ക് കൂട്ടിരിക്കുകയല്ല അവിടുന്ന് ചെയ്യുന്നത്. പിന്നെയോ അവിടുന്ന് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവിടുന്ന് നമ്മെ പലതും പരിചയിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അവിടുന്ന് നമ്മെ ഒരുക്കുകയും അവിടുത്തെ ദിവ്യമായ പദ്ധതിക്കായി നമ്മെ രൂപപ്പെടുത്തിയും കൊണ്ടിരിക്കുന്നു. പോത്തിഫറിൻ്റെ വീട്ടിൽ കാരാഗൃഹത്തിനുള്ളിൽ, ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ അനുകൂലത്തിൽ പ്രതികൂലത്തിൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നിരുന്നു. അനുകൂലത്തിലും പ്രതികൂലത്തിലും കൂടിയിരിക്കുന്ന നമ്മുടെ യേശു കർത്താവിൻ്റെ നമ്മോടുള്ള സ്നേഹത്തെ നാം തിരിച്ചറിയാതെ പോകരുത്. ഏതെല്ലാം സാഹചര്യങ്ങൾ വന്നാലും നമ്മുടെ കർത്താവ് നമ്മെ അനാഥരായി കൈവിടുകയില്ല. സാഹചര്യങ്ങൾ പ്രതികൂലമായിക്കൊള്ളട്ടെ, അവിടുത്തെ സാന്നിധ്യം അത്രേ നമുക്ക് ബലമായിരിക്കേണ്ടിയത്. പച്ചയായ പുൽപ്പറങ്ങളിലും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെയും മാത്രമല്ല, കൂരിരുളിൻ്റെയും മരണത്തിൻ്റെയും താഴ്വരയിലും നമ്മോടുകൂടി ഇരിക്കുന്ന നല്ല ഇടയനായ ഒരു കർത്താവ് നമുക്കുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.